ഹലോ ഗായ്സ്, നമുക്കിന്നൊരു ക്രീമി മഷ്റൂം പാസ്തയുടെ റെസിപ്പി നോക്കിയാലോ. ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുള്ളത്. മഷ്റൂം 200 ഗ്രാം എടുത്തിട്ടുണ്ട്. നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 100 ml ഫ്രഷ് ക്രീം, ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി, നീളത്തിലരിഞ്ഞ് സബോള. ഇത്രയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് സബോള ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെയും ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന ടൈമിലാണ് നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരിഞ്ഞു വെച്ചിട്ടുള്ള മഷ്റൂംസ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മഷ്റൂം ചേർത്തതിന് ശേഷം ഉപ്പ് കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ സബോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം കേട്ടോ. അപ്പോൾ ഈ മഷ്റൂമിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് വന്ന് ആ വെള്ളത്തിൽ കിടന്ന് മഷ്റൂം നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ പാകം. ആ സമയത്ത് നമുക്ക് 100 ml നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മുഴുവൻ ക്രീമും ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഓർഡർ ചെയ്യുന്ന റെസിപ്പിയില്ലേ, അതിൻ്റെ സെയിം ടേസ്റ്റിലാണ് കേട്ടോ ഇത് വരുന്നത്. നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മഷ്റൂമും വെജീസും ക്രീമൊക്കെ നന്നായിട്ട് ബ്ലെൻഡായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഒറിഗാനോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 1 സ്പൂൺ അളവിലാണ് ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ കുക്കിംഗ് തുടങ്ങുന്നതിനേക്കാൾ മുൻപ് തന്നെ 2 കപ്പ് അളവിൽ പാസ്ത വെള്ളത്തിൽ ഉപ്പ് മാത്രം ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം തമ്മിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീമി മഷ്റൂം പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. താങ്ക് യു.